ഹായ്, ഞാൻ രാജി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മൾ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കിഡ്സിൻ്റെ ഫെർട്ടിലൈസർ കൊടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും ഒക്കെ കൊടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന വളം നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇത് നമ്മുടെ മത്തിമീനും അതുപോലെ ശർക്കര പാനിയും കൂടി ഒരു മാസം നന്നായിട്ട് നമ്മളൊരു ബോട്ടിൽ അടച്ച് സൂക്ഷിച്ച ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് നല്ലതായിട്ട് വെള്ളം കൂടി ചേർത്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ മാസവും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഈ ഒരു വളം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസവും ഇന്ന് ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ചെടികളിൽ ഗ്രോത്ത് ഉണ്ടാവാനും ഫ്ലവറിങ് ഉണ്ടാവാനും നല്ല രീതിയിൽ വേരുകളൊക്കെ വരാനും ഒക്കെ എല്ലാത്തിനും സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഓർക്കിഡ് ചെടികൾ വളർത്തുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള ഫെർട്ടിലൈസറുകൾ വീട്ടിൽ തയ്യാറാക്കി വെച്ച ശേഷം നമ്മുടെ ചെടികൾക്ക് ഇത് കൊടുത്താൽ നല്ലൊരു റിസൾട്ടാവും ചെടികൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ എന്തായാലും നല്ല വെയിലാണ്. ഈ ഒരു വെയിൽ സമയം ആയതുകൊണ്ട് തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ കൊടുക്കുക. ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെടിയിൽ നല്ലൊരു തണുപ്പ് കിട്ടുകയും അതുപോലെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഈ ഒരു സമയത്ത് അധികം കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാത്തതാണ് നല്ലത്. ഇപ്പോൾ കുറച്ച് ഫെലനോപ്സിസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഫെലനോപ്സിസ് ഓർക്കിഡ്സിനും ഈ ഒരു ഫെർട്ടിലൈസർ ഞാൻ കൊടുക്കുകയാണ്. നല്ല രീതിയിൽ എൻ്റെ ഇലകളിലും റൂട്ടിലും ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാത്തിലും ഫ്ലവറും ഉണ്ട് ഫെലനോപ്സിസിൽ. ശർക്കരയൊക്കെ ഈ ഒരു ഫെർട്ടിലൈസറിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതാണ് ഈ ഒരു വളം. നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് ചെടി നല്ല കരുത്തായിട്ട് ഇപ്പോൾ വളരാനായിട്ട് ശീമക്കൊന്നയുടെ ഇലയും അതുപോലെ അലോവേര ജ്യൂസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ പാലും നമുക്ക് കുറച്ചെടുത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. പച്ചക്കറിയുടെ വേസ്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഇതുപോലെ സ്റ്റെമ്മിൽ നിന്നൊക്കെ പുതിയ ബഡുകളൊക്കെ വരുന്നതുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ചെടികൾക്കും ഇതുപോലുള്ള ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ ഇടവിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.